അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിച്ചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് തോന്നുക. മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ സംവിധാനങ്ങളും അള്ളാഹു കൃത്യമായ തോതനുസരിച്ച്, കണക്കനുസരിച്ച് വേണ്ടതെല്ലാം സജ്ജീകരിച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നേരത്തെ മുമ്പ് പറഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ കുറേ സൈക്കോളജി ഭാഗങ്ങളൊക്കെ പറഞ്ഞു. ഓരോ മനുഷ്യനും പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പല ആളുകളും പ്രവർത്തിക്കാറുള്ളത്. പല ആളുകളല്ല, ഒട്ടുമിക്ക ആളുകൾ. വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കിട്ടിയാൽ അപ്പോൾ ഒരു സന്തോഷം, അധ്വാനിക്കുമ്പോൾ കൂലി കിട്ടിയാൽ അതിനൊരു സന്തോഷം. അതുപോലെ തന്നെ നമ്മളുടെ പ്രാഥമിക ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പോലും അപ്പോഴും ഒരു സന്തോഷം. അങ്ങനെ ഏതെല്ലാം സന്തോഷങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നു, അതിൻ്റെയൊക്കെ മുന്നിലൊരു അധ്വാനമുണ്ട്. ആ അധ്വാനത്തിന് പ്രതിഫലം തരാതിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരം സൃഷ്ടിച്ചപ്പോൾ തലച്ചോറിൽ കുറേ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയും കൂടെ തന്നിട്ടുണ്ട്. അതിൽ റിവാർഡിങ് ഹോർമോൺ എന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. അതായത് നമുക്ക് പ്രതിഫലം കിട്ടുന്ന ആ ഒരു തോന്നലുണ്ടാക്കുന്ന ഹോർമോണുകൾ. അതിപ്പോൾ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഡോപ്പമിൻ പോലെ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, അങ്ങനെ കുറേ ഹോർമോണുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ നിക്ഷേപിച്ചിരിക്കുന്നത് തന്നെ നമ്മളെ കൊണ്ട് പ്രവർത്തികൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതില്ലാതെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ അലസന്മാർ, മടിയന്മാരൊക്കെ ആയിട്ട് മാറുന്നത്. എന്നാൽ നല്ല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കൂടുതലായി ഇറങ്ങി പുറപ്പെടുമ്പോൾ, അങ്ങനെ ഓരോ തവണ അമൽ ചെയ്യുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ നന്മ ലഭിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ ഒരു അഡിക്ഷനായിട്ട് മാറും. പിന്നെയും തോന്നും ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. പിന്നെ അതിനുവേണ്ടി ഒരു ക്രേവിങ് ആണ്, അതിനു വേണ്ടിയിട്ട് ഒരു ആർത്തി നമുക്ക് തോന്നും, ആരെങ്കിലും സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടണം. നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ബിസ്മിയിലുണ്ട്. സഹോദരങ്ങൾ, നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ കഴിഞ്ഞ 8 വർഷമായിട്ട് അത് നടന്നു പോവാണ് നല്ല രീതിയിൽ. ആയിരക്കണക്കിന് ആളുകൾക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാൻ സാധിച്ചു. അവിടെ പോയി നോക്കിയാലും ഇതേപോലുള്ള ഡോപ്പമിൻ ഉണ്ടാവുന്ന കുറേ സാഹചര്യങ്ങൾ കാണാൻ കഴിയും. റിവാർഡ് കിട്ടുന്ന സാഹചര്യങ്ങൾ എന്താണത്? നമ്മളെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ലാഭം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ കാണുമ്പോൾ, അതല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അവിടെയുള്ള ആളുകൾ കിട്ടുന്ന എങ്ങനെയാണ്? ചലിക്കാൻ കഴിയാത്ത കൈയൊന്നിങ്ങനെ പൊന്തുമ്പോൾ അവർക്ക് ഡോപ്പമിൻ ഉണ്ടാവും, അവർക്ക് സെറോട്ടോണിൻ ഉണ്ടാവും. സംസാരിക്കാൻ കഴിയാത്ത ആൾ ആദ്യമായിട്ട് ആപ്പിളെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ അവർക്ക് റിവാർഡിംഗ് ആയിട്ടുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. നടക്കാൻ കഴിയാത്ത ആൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ അവർക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ ഇതേപോലത്തെ ഒരു, അപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവരുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞു, പിന്നെ അവരുടെ ശരീരത്തിലേക്ക് നോക്കാൻ തുടങ്ങി. അവിടെ അവർ ആസ്വാദനം കണ്ടെത്തുന്നതാണ് അവരുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയ ചലനങ്ങൾ വീണ്ടെടുക്കാൻ, അവരുടെ ആശ്വാസം, അവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് നമ്മൾ അവിടെ സഹായിക്കുന്നത്. അപ്പോൾ ആ സഹായിക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, എന്നെപ്പോലെ, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്, അവർക്ക് ചികിത്സ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇതേപോലെ അവർ കൈ പൊന്തിക്കുമ്പോൾ, അവർ കാല് ചലിപ്പിക്കുമ്പോൾ, അവർ സംസാരിക്കുമ്പോൾ, എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് ഹോർമോണുകൾ. അതൊരു സന്തോഷമാണ്. എന്നതുപോലെ ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ ആ ഒരു സ്ഥാപനത്തെ സഹായിക്കാൻ വേണ്ടി ഇരുന്നാൽ, അവിടെ ഇന്ന ആളുകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് രോഗികൾ വന്നു, കഴുത്തിന് കീഴ്പോട്ട് തളർന്നു പോയ ആളുകൾ. ചെറിയ അപകടമാണ്, ബൈക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞപ്പോൾ തലയടിച്ച് പെടലി ഒടിഞ്ഞ് കൈയും കാലും തളർന്നു പോയവർ.
മരം മുറിച്ചിട്ട് മരം താഴേക്ക് വീഴാൻ പോകുന്നത് കണ്ട് പേടിച്ചോടിയപ്പോൾ കാപ്പിത്തണ്ട് കഴുത്തിലടിച്ചിട്ട് കഴുത്തിന് കീപ്പോട്ട് തളർന്നു പോയ ആളുകൾ. അതുപോലെ തന്നെ ട്രെയിനിൽ നിന്ന് വീണ ആളുകൾ, കസേരയിലിരുന്ന് ഉറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് സാധാ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കസേരയിലിരുന്ന് ഉറങ്ങിയ സമയത്ത് ഉറങ്ങി തൂങ്ങി മുന്നിലേക്ക് വീണ് പെടലി ഒടിഞ്ഞിട്ട് കൈയും കാലും തളർന്നു പോയ ആളുകൾ. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം ആളുകളൊക്കെ പിന്നീട് ആഗ്രഹിക്കുന്നത് അവരുടെ കൈകാലുകളൊന്ന് ചരിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നും, പഠിച്ചവനെ എന്തൊരു അവസ്ഥയാണിത്, ഇത് വേറെ ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ അത്തരം ആ ഒരു സാഹചര്യങ്ങൾ കൂടുതലായി കാണുമ്പോൾ നമുക്ക് തോന്നും അവരെ എന്തെങ്കിലും ഒന്ന് രീതിയിലൊന്ന് സഹായിച്ചാൽ കൊള്ളാം. അങ്ങനെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സെൻറ്ററിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടത്തേക്ക് പുതിയ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ, അവിടെ നിന്ന് ആ സെൻറ്ററിൽ നിന്ന് 2-3 മാസം കഴിഞ്ഞിട്ട് അവർ സുഖമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അത് കാണുമ്പോൾ, ആ വാർത്ത കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലും വരും ഡോപ്പമിൻ. പക്ഷേ ഇത് വെറും ഡോപ്പമിനിലോ സെറോട്ടോണിലോ അല്ലെ ഓക്സിറ്റോൺസിലോ നിർത്തുന്ന കാര്യമല്ല. നേരെ മറിച്ച് ഇതിനോടൊപ്പം തന്നെ നാളെ പരലോകത്ത് ഉന്നതമായ വേറെ പ്രതിഫലം കിട്ടാനുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള കേവലം ഈ ആസ്വാദനവും ഈ അനുഭൂതിക്കും അപ്പുറം അവരെല്ലാം കാത്തിരിക്കുന്നത് നാളെ പരലോകത്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്തയും കൂടെ മനസ്സിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഈ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. വന്ന് കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം നമ്മൾ ഈ സാഹചര്യങ്ങളോട് കൂടുതലായി എക്സ്പോസ്ഡ് ആവുന്നോ, അതിനെ പോയി കൂടുതൽ കാണാൻ ശ്രമിക്കുന്നു, അതനുസരിച്ച് നമ്മളുടെ മൈൻഡ് അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യും. എന്നാലേ കൂടുതൽ നന്മ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ഒരുപാട് ആളുകൾ, നേരത്തെ ഷരീഫ് സാഹിബ് പറഞ്ഞതുപോലെ, എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹമുണ്ട് ഒരുപാട് നന്മ ചെയ്യണമെന്ന്. പക്ഷേ ശരീരം അനുവദിക്കുന്നില്ല. കാരണം എന്താണ്? ശരീരം വേറെയുള്ള കാര്യങ്ങളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വേറെയുള്ള കാര്യങ്ങളിലേക്ക് കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ്. അത് മാറ്റിയിട്ട് നമുക്ക് ഇത്തരം നന്മകളിൽ ചെയ്താൽ കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. സമയം വളരെ കുറവാണ്, സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ 80, 90, 100 ഒന്നും ജീവിക്കുന്ന ഒരായസ് ഇപ്പോഴത്തെ ആളുകൾക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി ആയിരിക്കില്ല. ഷരീഫ് സാഹിബ് നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹിയുടെ ആ ഒരു മഹത്വചനം, 2 കാര്യങ്ങളിലാണ് മനുഷ്യന്മാർ ഏറ്റവും അധികം വഞ്ചിക്കപ്പെടുന്നത്. അതൊന്ന് ഒഴിവ് സമയവും, സിഹത്ത് വൽ ഫറാ, ഒഴിവ് സമയവും ആരോഗ്യമാണ്. ഇതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് ഒഴിവ് സമയം ഉണ്ടാവില്ല. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരുപാട് ഒഴിവ് സമയം കിട്ടും. നമ്മുടെ തെറാപ്പി സെൻ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം, 1 മിനിറ്റ് പോലും ഒഴിവാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടിയ ആളുകളുണ്ട്. ഗൾഫിലും വിദേശത്തും നാട്ടിലും ഒക്കെ ആയിട്ട് തിരക്കുകൾ കൊണ്ട് ഓടി നടന്ന ആളുകൾ. അന്ന് നന്മകൾ ചെയ്യാനൊക്കെ കുറച്ചൊക്കെ പിന്നോട്ട് പോയി. കാരണം അവരുടെ ചിന്തകളും അവരുടെ തലച്ചോറുമൊക്കെ സെറ്റ് ചെയ്തിരുന്നത് ഇത്തരം ഭൗതികപരമായ നേട്ടങ്ങളിലേക്കായിരുന്നു. ഇപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു, കൈബന്ധിക്കാൻ കഴിയുന്നില്ല, കാല് ബന്ധിക്കാൻ കഴിയും, സ്വന്തമായിട്ട് ഇരിക്കുന്ന ഇരിപ്പിടത്തു നിന്നൊന്നും എഴുന്നേറ്റ് പോയി പ്രാഥമിക ആവശ്യം പോലും നടത്താൻ കഴിയുന്നില്ല എന്ന ഒരവസ്ഥ വന്നപ്പോൾ അവർ സ്വന്തത്തേക്ക് ചിന്തിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ദുനിയാവിൽ എനിക്കൊന്നും കിട്ടാനില്ല, നാളെ പരലോകത്ത് എന്തെങ്കിലും കിട്ടണം. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നോക്കുമ്പോഴൊട്ട് ശരീരം അനുവദിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഏത് നിമിഷവും ആർക്കും വരാം. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? അതിനു മുമ്പേ അതിനുവേണ്ടി തയ്യാറാകുക. നമ്മളുടെ കൈകളും കാലുകളും പൊന്താതാവുന്ന ഒരു ദിവസം വരുമ്പോൾ അന്നേരം ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും, എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, പഠിച്ചാൽ അതൊക്കെ സ്വീകരിക്കുമായിരിക്കും എന്നൊരു ചിന്ത നമുക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ അന്നേരം നഷ്ടബോധത്തിൻ്റെ, കുറ്റബോധത്തിൻ്റെ മനസ്സും പേറി വേദനയും പേറി ജീവിക്കേണ്ടതായിട്ട് ഒരുപാട് ആളുകളെ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞത്, എനിക്ക് ഈ അസുഖം വരുന്നതിന് മുമ്പ് ഞാൻ പടച്ചവൻ്റെ മാർഗത്തിൽ അങ്ങനെ ഇറങ്ങിത്തിരിച്ചിരുന്നില്ല, എനിക്ക് ഇത്രയും പ്രയാസങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ മര്യാദയ്ക്ക് നമസ്കരിച്ചിരുന്നില്ല, ഞാൻ ഒരാൾക്ക് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ശേഖരിച്ചു വെച്ച് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ബാങ്ക് ബാലൻസ് ആക്കി, സ്ഥലം വാങ്ങിച്ചും സ്വർണം വാങ്ങിച്ചും ഒക്കെ കൂട്ടി വെച്ചു. പക്ഷെ അതൊക്കെ എൻ്റെ ചികിത്സ കൊണ്ട് തീർന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ഉപകാരപ്പെട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. അവർ ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഇടയ്ക്കെടുത്ത് അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ എത്ര രൂപ കയറിയെന്ന് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. പക്ഷേ ആ സന്തോഷമൊക്കെ വെറുതെ ആയിരുന്നെന്ന് എപ്പോഴാണ് മനസ്സിലാകുന്നത്? ഇത് സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയി എന്നറിയുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്,
ഏറ്റവും അമലുകളൊക്കെയും പാഴായി പോയവർ ആരാണെന്ന് ചോദിച്ചാൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ചെയ്തതൊക്കെ അസ്ഥാനത്തായിപ്പോയി. ചെയ്തതൊക്കെ നല്ലതെന്ന് വിചാരിച്ച് ചെയ്തതൊക്കെ അസ്ഥാനത്തായിപ്പോയി. അപ്പോൾ അങ്ങനെ പാടില്ല. നമുക്കതെല്ലാം ഒന്ന് ക്രിയാത്മകമായിട്ട് ദുനിയാവിൽ സന്തോഷവും പരലോകത്ത് വലിയ വിജയം ലഭിക്കുന്ന ആ മേഖലയിലേക്ക് നമ്മൾ തിരിച്ചുവിടണം. അതിന് നമ്മളുടെ തലച്ചോറിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യണം. ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, നല്ല നല്ല കൂട്ടുകെട്ടുകളിൽ നല്ല നല്ല കൂട്ടായ്മകളോട് ചേർന്ന് നിൽക്കുക. എവിടെയാണോ നന്മയും തിന്മയും തിരിച്ചറിയാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇൻബിൽട്ടായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു നന്മ കണ്ടാൽ ആ നന്മയിലേക്ക് പോകാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് എനിക്ക് ഇത്ര ജോലി അല്ലെങ്കിൽ ഇത്ര കച്ചവടം നടത്തിയാൽ കൂടുതൽ ലാഭം കിട്ടുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ മാർഗത്തിലേക്കൊന്ന് ഇറങ്ങി, അല്ലെ ഒഴിവാക്കണ്ട, അതോടൊപ്പം തന്നെ ഈ മാർഗത്തിലേക്ക് കൊണ്ടൊന്ന് തിരിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മെല്ലെ നമ്മുടെ തലച്ചോറ് കണ്ടീഷനിങ് ആവാൻ തുടങ്ങും. നന്മകളിലേക്ക് പിന്നെ തിരയാൻ തുടങ്ങും. പിന്നെ ഒരു ദിവസം നന്മ ചെയ്തില്ലെങ്കിൽ നമുക്ക് വെപ്രാളവും ആദിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ലേ? നമ്മൾ പണ്ട് കാലത്ത് നമസ്കാരം ശീലിച്ചത് കൊണ്ടാണ് ഇപ്പം നമസ്കാരം ഒരു വക്ത് നഷ്ടപ്പെടുമ്പോഴേക്കും നമുക്ക് പ്രയാസം വരുന്നത്. അല്ലായിരുന്നെങ്കിലോ? അപ്പോൾ ഇനിയും സമയമുണ്ട്. ഇപ്പോഴും അൽഹംദുലില്ലാ ആയസുണ്ട്. നമുക്ക് നമ്മളുടെ ശീലങ്ങൾ മാറ്റാൻ സാധിക്കും. നന്മകളിലേക്ക് നമ്മളുടെ തലച്ചോറിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ കണ്ടീഷൻ ചെയ്ത ആളുകൾക്ക് ദുനിയാവിൽ നല്ല സംതൃപ്തി, സ്വന്തം സമ്പത്തിനെക്കുറിച്ച് ഓർത്ത് സംതൃപ്തി, ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് സംതൃപ്തി, സമയത്തെക്കുറിച്ച് ഓർത്ത് സംതൃപ്തി, എല്ലാ അർത്ഥത്തിലും നല്ല സംതൃപ്തമായ ഒരു ജീവിതം ദുനിയാവിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ പരലോകത്ത് ഉന്നതമായ വിജയം ലഭിക്കും. അങ്ങനെ ആ ഒരു കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും.